ജ്യോതിഷത്തിലെ രാശിചക്രത്തിൽ ചില നക്ഷത്രക്കൂട്ടങ്ങൾ സ്വതവേ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാലാന്തരങ്ങളായി സമൂഹം പിന്തുടരുന്ന ചിട്ടവട്ടങ്ങളെ അപ്പാടെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നവർ. അവരുടെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ദാഹമുണ്ട്. സാധാരണമായതിനപ്പുറം ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് സവിശേഷമായ കഴിവുണ്ട്. ഒരുതരം വിപ്ലവകാരികളുടെ സ്വഭാവം പേറുന്ന ഈ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ജ്യോതിഷദൃഷ്ട്യാ അടുത്തറിയാം. കുംഭം രാശി. ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ കുംഭക്കൂറുകാർ സഹജീവികളെ അളവറ്റ് സ്നേഹിക്കുന്നവരും ലോകം മുഴുവൻ സമത്വസുന്ദരമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയിലെ അപാകതകളെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് മടിയേ ഇല്ല. കാലഹരണപ്പെട്ട നിയമങ്ങളെയും നീതിരഹിതമായ കീഴ്വഴക്കങ്ങളെയും ഇവർ പലപ്പോഴും തള്ളിക്കളയുന്നു. വികാരങ്ങളെക്കാളുപരി യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഇവർ ഏതു തീരുമാനവും എടുക്കുന്നത് ആഴത്തിലുള്ള ചിന്തയ്ക്കും വിശകലനത്തിനും ശേഷമായിരിക്കും. അവരുടെ വിപ്ലവകരമായ ചിന്തകൾ പലപ്പോഴും ലോകത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ സമ്മാനിക്കാറുണ്ട്. മേടം രാശി. മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ മേടരാശിക്കാർ ധീരരും സാഹസികരുമാണ്. ഏത് വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നെഞ്ചൂക്കോടെ നേരിടാൻ ഇവർക്ക് കഴിവുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇവർക്ക് വേഗത കൂടും. എന്നാൽ ക്ഷമ അല്പം കുറവായിരിക്കും. തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന നിയമങ്ങളെയും രീതികളെയും ഇവർ ധിക്കരിക്കാൻ മടിക്കില്ല. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചേക്കാം. എങ്കിലും സ്വന്തം പാത വെട്ടിത്തെളിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക സിദ്ധിയുണ്ട്. ചിങ്ങം രാശി. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ചിങ്ങക്കൂറുകാർ ജന്മനാ നേതാക്കന്മാരാണ്. മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. തങ്ങളുടെ വ്യക്തിത്വത്തിനോ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി നേരിടുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥിതികളെ ലംഘിക്കാൻ ഇവർ സന്നദ്ധരാകും. കൂട്ടത്തിൽ നിന്നും വേറിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. സ്വന്തം സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്ന ഏത് അധികാരത്തെയും ചോദ്യം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. വൃശ്ചികരാശി. ഒക്ടോബർ 24 മുതൽ നവംബർ 22 വരെ വൃശ്ചികരാശിക്കാർക്ക് കലഹപ്രിയമായ ഒരു സ്വഭാവം ഉള്ളിലുണ്ടെങ്കിലും പലപ്പോഴും അവ പുറമെ പ്രകടിപ്പിക്കാറില്ല. എന്നാൽ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴോ ഇവർ ഒരു റിബലായി മാറും. തങ്ങളുടെ ലക്ഷ്യങ്ങളെയും പദ്ധതികളെയും അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിലവിലുള്ള വ്യവസ്ഥകളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുക. തിടുക്കപ്പെട്ട് പ്രതികരിക്കാതെ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇവർ തങ്ങളുടെ നീക്കങ്ങൾ നടത്തുക. ധനുരാശി. നവംബർ 23 മുതൽ ഡിസംബർ 22 വരെ അറിവിനെയും ജ്ഞാനത്തെയും സ്നേഹിക്കുന്നവരാണ് ധനുരാശിക്കാർ. അതുകൊണ്ടുതന്നെ യാഥാസ്ഥിതികമായ വിശ്വാസങ്ങളെയും കാലഹരണപ്പെട്ട നിയമങ്ങളെയും അന്ധമായി പിന്തുടരാൻ ഇവർക്ക് വിമുഖതയുണ്ടാകും. സ്വന്തം സ്വാതന്ത്ര്യത്തിനും സത്യത്തിനും വിലങ്ങുതടിയാകുന്ന ഏത് അധികാരത്തെയും ഇവർ ചോദ്യം ചെയ്യാൻ മടിക്കില്ല. ഉള്ളിൽ തന്ത്രങ്ങളോ കൗശലമോ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും സത്യസന്ധമായ നിലപാടുകളിൽ ഇവർ ഉറച്ചുനിൽക്കും. ഈ രാശിക്കാർ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൂടെയുമാണ് പലപ്പോഴും നിലവിലുള്ളതിനെ ചോദ്യം ചെയ്യുന്നത്. അവരുടെ ഈ പ്രകൃതം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കിടയാക്കാമെങ്കിലും പലപ്പോഴും സമൂഹത്തിന് പുതിയ ചിന്തകളും മാറ്റങ്ങളും കൊണ്ടുവരാൻ അത് സഹായിക്കാറുണ്ട്. ജ്യോതിഷം ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. ഈ വിവരണങ്ങൾ നിങ്ങളുടെ ജ്യോതിഷപരമായ ജിജ്ഞാസയ്ക്ക് ഉണർവേകുമെന്ന് കരുതുന്നു.